ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഐഷയെ പോവാണ്. ഇന്ന് പോയിട്ട് ഐഷ നാളെ വരും. ഐഷയുടെ കൊച്ചിയിലായതുകൊണ്ട് ഐഷയ്ക്ക് സുഖമാണ്. ഞാനും ഇന്ന് പോയിട്ട് നാളെ വരും. ഇന്ന് നമുക്ക് ഡ്രാഫ്റ്റിങ്ങിൻ്റെ വൈവിയും ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ് സബ്മിഷനും ഉണ്ട്. എങ്ങനെയൊക്കെയോ വാപ്പ് ഓടിച്ചിട്ട് പിടിച്ച് നമ്മളിതേ ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഈ ഫാസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ 9:30 പോയിട്ട് 10:30 പോലും എത്തുള്ള ഗായ്സ്. അങ്ങനത്തെ ഒരു ഇതായത് പിടിച്ചിരിക്കുന്നുണ്ട്. മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്നും കൂടെ എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് ബൈൻഡ് ചെയ്യാനും ഫ്രണ്ട് പേജ് എടുക്കാനും ഉണ്ട് കേസ്. എനിക്കറിയാൻ പാടില്ല. 9:30 നമുക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ആ ബൈൻഡ് ചെയ്ത റെക്കോർഡ് പോലെ ആക്കണം. എന്താണെന്ന് എനിക്കല്ല. മിക്കവാറും മനസ്സിലായി തൂക്കിയെടുത്ത് പുറത്തേക്ക് കളയും. എല്ലാം ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെച്ച് എൻ്റെ ഗുണമാണ്. ഞാൻ പുറകെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓടി ഇറങ്ങി പോകട്ടോ കേസ്. 9:30 പുള്ളി ആ പ്രിൻറ്റിങ്ങിൻ്റെ സാധനം തുറക്കും. ഫസ്റ്റ് ചെല്ലണം. അങ്ങനെ 9 മണിക്ക് തുറക്കും. തുറന്നു വന്നു എന്ന് പറഞ്ഞതേ ആ പ്രിൻ്റ് കട തുറന്നില്ല ഗൈസ്. 1/2 മണിക്കൂർ അവിടെ വെറും പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടി പോസ്റ്റ്, ഞാനും പട്ടികളും മാത്രം. പിന്നെ വേറൊരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ. അവൾ അവിടെ വന്നിരുന്ന് എഴുതിയിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പേജ് ഉൾപ്പെടെ എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. ഇനിയും എൻ്റെ റെക്കോർഡ് എഴുതി തീർക്കാനുണ്ട്. നമുക്ക് ബൈൻഡ് ചെയ്ത് വെക്കാമല്ലോ, എക്സ്ട്രാ പേജസും കൂടെ കയറ്റി ബൈൻഡ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. എൻ്റെതായിരുന്നു ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. പിന്നെ നമ്മുടെ സാധനം കയ്യിലൊക്കെ കിട്ടി ഗൈസ്. എങ്ങനെയൊക്കെയോ സാധനം കയ്യിൽ കിട്ടി. അങ്ങനെ നേരെ പോയിരുന്നു കുറച്ച് നേരം ഈ ക്ലാസ് റൂമിൽ നിന്ന് എഴുതി. ഇതൊരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ ലൈബ്രറിയിലേക്ക് പോയി. അവിടെ കുറേ കഴിഞ്ഞ് ഉച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് കഴിക്കുന്നത്. പിന്നെ എൻ്റെ മരിച്ച മുഖം, ഞാൻ ജീവിതം മൊത്തത്തിലങ്ങ് മടുത്ത് പോയി ഗൈസ് ഈ ഒരു കാരണം. ഇപ്പോൾ സമയം 4 മണി. നമ്മൾ രാവിലെ തൊട്ട് ഇപ്പോഴാട്ടോ എല്ലാം കഴിഞ്ഞത്. എൻ്റെ കൈ അനക്കം വയ്യ, ഒരു രക്ഷയില്ല. ലാസ്റ്റ് എല്ലാം കൂടെ എഴുതി വെക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ചോദിച്ച് മേടിച്ചതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അങ്ങനെ നമ്മളിത് റൂമിലെത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഈ കൈയുടെ ഇവിടെ ഇല്ലേ, ഇവിടെ തൊട്ടങ്ങ് താഴോട്ടേക്ക് വേദനയാണ്. ആരെയും കുറ്റം പറയാറില്ല, എൻ്റെ കയ്യിലിരിപ്പ് കാരണമാണ്. ഞാൻ ലാസ്റ്റ് മിനിറ്റ് എല്ലാം ഞാൻ എപ്പോഴും ലാസ്റ്റ് മിനിറ്റായിട്ട് എഴുതാറ്. അസൈൻമെൻറ്റ്സ് ഒക്കെ ഇപ്പം ഞാൻ ഓർത്തു അങ്ങനെ എഴുതിയാൽ തീരും എന്നാണ് ഓർത്തത്. പക്ഷേ മനസ്സിലായ ഒരു കണക്കിന് ഞാൻ ഓർത്തില്ല കേട്ടോ ഇന്ന് തീർക്കാൻ പറ്റുമെന്ന്. അതിനുമേലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒന്നാമത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ഇങ്ങനെ വലുതായത് കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ പേപ്പറും വേണം. ഭയങ്കര ഇടങ്ങാറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട്, ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ 2 ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞൊരു ഷെയ്ഡായിരുന്നു. പിന്നെ വേറെ ഒരെണ്ണം ഞാൻ ചുമ്മാ നയിക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു പേരേക്കാത്തൊരു ബ്രാൻഡ്. പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അത് എവിടെ പോയി. ഒരു സ്വിസ് ബ്യൂട്ടിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് എന്നെ കാണിച്ചു കേട്ടോ. അത് ഇത് ഷെയ്ഡ് വന്നിട്ട് ബ്ലഷ് റെഡ് എന്ന് പറഞ്ഞിട്ട് 19. ആ ഷെയ്ഡ് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറലായിട്ട് നമ്മുടെ ചുണ്ടിങ്ങനെ ഭയങ്കര തുടുത്തിരി അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിന്. നമ്മൾ പിന്നെ ചില ലിപ്സ്റ്റിക്ക് ഇടുമ്പം ചിലവർക്ക് ഒരു അളവിൽ ഇടാൻ പാടുള്ളൂ. ചില ലിപ്സ്റ്റിക്സ് ഒരു അളവിൽ ഇടുന്നതാണ് അതിൻ്റെ ഭംഗി. ചിലത് വളരെ ഡാർക്കായിട്ട് ഇടണം. ചിലത് നമ്മൾ ഫിംഗറൊക്കെ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ വേറെ വൈബാ. ഇത് അങ്ങനത്തെ ഒരു ഷെയ്ഡാട്ടോ, ഭയങ്കര വെൽവെറ്റി മൂഷ് ആ ടൈപ്പാണ്. അപ്പം ഇതാണ് കേട്ടോ 2 ലിപ്സ്റ്റിക്ക്. ഇത് മാറ്റ് ലുക്കിൻ്റെ ചെറി ബ്ലോസം 9 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് മേടിച്ചതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് സിന്ദൂരം ഓർമ്മ വന്നു കേസ്. അതാട്ടോ ഞാനിത് പിന്നെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിത് ഓർഡർ ചെയ്ത്. പ്ലസ് ഇറ്റ്സ് വെരി അഫോർഡബിൾ, അതേപോലെ ഇത് മേടിച്ചത്. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഷെയ്ഡാണ്. ഇത് പിക്ചറിൽ കണ്ടപ്പോൾ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തില്ല കേട്ടോ, ഈ കളറാണ് കിട്ടിയത്. മജന്ത മാജിക് എന്ന് പറഞ്ഞിട്ട് സാധനം ഇതൊക്കെ അടക്ക പോലെയുള്ളൂ. ഇതിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടേക്കണം. പ്രോ ആർട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള നൈക്കയിൽ ചെയ്തു ഒരു ബ്രാൻഡ് ഇട്ടാ. പക്ഷെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഡ്യൂപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. സോ ഈ 2 ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഇൻഷാല്ലാ ഞാൻ ഉടനെ ഇടണതായിരിക്കും. ശരിക്കും വീട്ടിലേക്ക് പോകേണ്ട സാധനമാണ്, ഇങ്ങോട്ടേക്കാണ് വന്നത്. ബോധമില്ലാതെ മനസ്സിലായ ഓർഡർ ചെയ്യുന്നതാണ്. പിന്നെ അപ്പോൾ അതാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ കാര്യം. ചോറ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആകെ ഞാനൊരു പപ്സും നിങ്ങൾ കാണിച്ചില്ല, ആ പപ്സും കഴിച്ച് ഒരു കട്ട്ലറ്റും ഉണ്ടായിരുന്നു, അതും ഞാൻ കഴിച്ച്. മനസ്സിലായി, എഴുത്തിൻ്റെ ധൃതിയിൽ എനിക്ക് കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റാനില്ലായിരുന്നു. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഞാൻ ശരിക്കും ഓർത്തു കഴിയുമെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു. അതാട്ടോ അത്. പിന്നെ വേറെ ഇന്ന് പ്രത്യേകിച്ച് വേറെ നടന്നില്ല. ഇത് തന്നെയായിരുന്നു ഇന്നലെ രാത്രി, ഇത് തന്നെയായിരുന്നു ഇന്നും ഇത് തന്നെയാണ്. മൊത്തം ഞാൻ കഴിഞ്ഞ കേസ്. അതെൻ്റെ സമാധാനം. എന്തോ ഒരവസ്ഥ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മറക്കണ്ട.
എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസ് എല്ലാവരും പോയി കാണും കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ റിവ്യൂസൊക്കെ ഇടുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ ഗൈസ്, ഞാൻ ചുമ്മാറിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാകുമ്പോൾ ഞാനിങ്ങനെ ഇട്ടാൽ പിന്നെ ഇടയ്ക്ക് നിങ്ങൾ അത് ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പം ഞാൻ അങ്ങനത്തെ ഒക്കെ പോസ്റ്റ്, അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ ഇടുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.